ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ജീവിതം പ്രോഗ്രാം ചെയ്താൽ എന്ത് സംഭവിക്കും? ഐറിസ്, ജോഷ് എന്ന രണ്ട് കപ്പിൾസ് ഒരു ആഡംബര വീട്ടിൽ അവധിക്കാലം ആഘോഷിക്കാൻ കൂട്ടുകാരായ കാറ്റ്, ഏലായ്, സെർജ, പാട്രിക് എന്നിവരുടെ കൂടെ എത്തുന്നു. ആ രാത്രി അവർ എല്ലാവരും ആഘോഷിക്കുന്നു. അടുത്ത ദിവസം ഐറിസ് ലേക്ക് സൈഡിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ സർജ ഐറിസിനെ ഉപദ്രവിക്കുന്നു. രക്ഷയ്ക്കായി ഐറിസ് സർജയെ അബദ്ധത്തിൽ കൊല്ലുന്നു. ഐറിസ് ഓടി ജോഷിനോട് ഭയന്ന് കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ഐറിസ് ടെൻഷനിൽ ഒന്നും അവൻ തിരിച്ചു പറയുന്നത് കേൾക്കുന്നില്ല. പെട്ടെന്ന് ജോഷ് പറയുന്നു, ഐറിസ് ഗോ ടു സ്ലീപ്പ്. ഐറിസ് പെട്ടെന്ന് ഷട്ട് ഡൗൺ ആകുന്നു. ഐറിസിനെ കസേരയിൽ കെട്ടിയിട്ട നിലയിൽ ഉണരുന്നു. അപ്പോഴാണ് ജോഷ് ആ സത്യം പറയുന്നത്. ഐറിസ് ഒരു AI കമ്പാനിയൻ റോബോട്ടാണ്. ഐറിസിന് ആ പറഞ്ഞത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എന്നാൽ ജോഷ് അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ വാങ്ങിയ ഒരു റോബോട്ട് മാത്രമായിരുന്നു ഐറിസ്. ജോഷിൻ്റെ ഫോണിലെ ഒരു ആപ്പ് വഴിയാണ് ഐറിസിനെ അവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ജോഷിൻ്റെ കണ്ണ് വെട്ടിച്ച് അവൾ ഓടി രക്ഷപ്പെടുന്നു. ജോഷും അവൻ്റെ ഫ്രണ്ട് കാറ്റും കൂടെ ചേർന്ന് ഐറിസിനെ കൊണ്ട് സെർജയെ കൊല്ലാൻ പ്രോഗ്രാം ചെയ്ത കാര്യം മറ്റു ഫ്രണ്ട്സായി ഷെയർ ചെയ്യുന്നു അവർ. സെർജയുടെ പണം തട്ടിയെടുക്കാനായിരുന്നു ഇങ്ങനെയൊക്കെ ജോഷും കാറ്റും കൂടെ ചെയ്തത്. ജോഷിൻ്റെ ഫ്രണ്ട്സായ 2 പേർക്കും ഷെയർ വേണമെന്ന് പറയുന്നു. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. പാട്രിക്കും ഒരു റോബോട്ടാണ്. അങ്ങനെ അവർ എല്ലാവരും കൂടെ ഐറിസിനെ തിരക്കി കാട്ടിൽ പോകുന്നു. എന്നാൽ ഏലായ് ഐറിസിനെ പിടികൂടുകയും അറിയാതെ ഏലയുടെ കയ്യിലുള്ള ഗൺ ട്രിഗറായി ഏലായ് മരിക്കുകയും ചെയ്യുന്നു. ഐറിസ് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ ജോഷ് പാട്രിക്കിൻ്റെ സഹായത്തോടെ ഐറിസിനെ കണ്ടുപിടിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ജോഷിൻ്റെ അബദ്ധം മൂലം കാറ്റ് മരിക്കുന്നു. ജോഷിൻ്റെ നിർദ്ദേശപ്രകാരം ഐറിസ് സ്വന്തം കൈ പൊള്ളിക്കുകയും തലയ്ക്ക് വെടിവെച്ച് ഓഫ് ആകുകയും ചെയ്യുന്നു. ജോഷ് കമ്പനിയിൽ വിളിച്ച് ഐറിസ് മാൽഫങ്ഷനായി എന്ന് കള്ളൻ പറയുന്നു. കമ്പനി ടെക്നീഷ്യൻസ് അവളെ കൊണ്ടുപോകാൻ വരുന്ന സമയത്ത് അവളുടെ സിസ്റ്റം റീബൂട്ട് ആകുന്നു. പാട്രിക് ഐറിസിനെ കൊല്ലാൻ വരുന്ന സമയത്ത് പാട്രിക്കിനെ അവൾ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്നു. പാട്രിക് എന്നാൽ സ്വയം നശിക്കുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയ ഐറിസ് പാട്രിക്കിനെ നേരിടുന്നു. ഒരു ഇലക്ട്രിക് കോർക്ക് സ്ക്രൂ ഉപയോഗിച്ച് അവൾ ജോഷിനെ കൊലപ്പെടുത്തുന്നു.